ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മരീചിക എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സഞ്ജു എന്ന് പറയുന്ന ഒരു പയ്യനെ അടിച്ചിട്ട ശേഷം മരീചിക എന്ന് പറയുന്ന അവന്റെ കാമുകി ഓടിപ്പോകുന്നതാണ്. ഈ ഒരു സംഭവം ഇവർ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള വെങ്കിട്ടലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി കാണുന്നുണ്ടായിരുന്നു. സഞ്ജുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് അവനെ ഹെൽപ്പ് ചെയ്യാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അവൻ മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഈ ലക്ഷ്മിയാകട്ടെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നു തന്റെ സഞ്ജുവിനെ മരീചിക കൊന്നുവെന്ന്. പോലീസുകാർക്ക് ഇവൾ പറയുന്നതൊന്നും മനസ്സിലായില്ല. അപ്പോഴാണ് സഞ്ജു ആരാണെന്നും മരീചിക ആരാണെന്നും ഒക്കെ അവൾ പറഞ്ഞു കൊടുക്കുന്നത്. ലക്ഷ്മി പഠിക്കുന്ന കോളേജിന്റെ അടുത്ത് ഒരു കേക്ക് ഷോപ്പ് നടത്തുകയായിരുന്നു സഞ്ജു എന്ന് പറയുന്ന പയ്യൻ. ആ കോളേജിൽ പഠിക്കുന്ന ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും സഞ്ജുവിനെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിക്കും അവനെ ഇഷ്ടമാണ്. അവനെ കാണാൻ വേണ്ടിയിട്ട് അമ്മൂമ്മയ്ക്ക് ബ്രെഡ് വാങ്ങിക്കാന്നുള്ള രീതിയിൽ എല്ലാ ദിവസവും അവൾ സഞ്ജുവിന്റെ ഷോപ്പിലേക്ക് വരും. സഞ്ജു അവളോട് വളരെ സ്നേഹത്തോടെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. സഞ്ജുവിന്റെ കുറച്ച് ഫ്രണ്ട്സ് ആകട്ടെ സ്ഥിരമായിട്ട് ഇവിടെ കേക്ക് കഴിക്കാൻ വരുമായിരുന്നു. ഫ്രീ ആയിട്ട് കഴിക്കുന്നതാണ് അവരുടെ മെയിൻ പണി. അങ്ങനെ ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് നമ്മുടെ ലക്ഷ്മി മരീചിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നു. യുഎസിൽ നിന്ന് അവൾ ഇവിടേക്ക് വന്നിട്ടേ ഉള്ളൂ. പല സാധനങ്ങളുടെയും ഇംഗ്ലീഷ് നെയിം മാത്രമേ അവൾക്കറിയൂ. അത് കാരണം ആ ഷോപ്പിലെ ബോയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായി. അവൾ പറയുന്നത് ആ ബോയ്ക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇവരെ രണ്ടുപേരെ ഹെൽപ്പ് ചെയ്യുന്നത് ലക്ഷ്മിയായിരുന്നു. പല സാധനങ്ങൾക്കും ഈ നാട്ടില് എന്താ പറയുന്നതെന്ന് ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ മരീചികയും ലക്ഷ്മിയും പരിചയപ്പെട്ടു. താൻ എന്തായാലും കുറച്ചുനാൾ ഇവിടെയുണ്ട്, ഇനിയും ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം വരും, നിന്റെ നമ്പർ തരുമോ മരീചിക ചോദിക്കുന്നു. അങ്ങനെ ലക്ഷ്മി സന്തോഷപൂർവ്വം അവളുടെ നമ്പർ മരീചിക്ക് കൊടുത്തു. പിന്നെ ഇവർ പതിയെ പതിയെ കോൾ ചെയ്യാനും സംസാരിക്കാനും മീറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങി. മരീചിക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. കുറെ നാളു മുമ്പ് അവളുടെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. നാട്ടിലുള്ള പല പ്രോപ്പർട്ടീസും വിട്ടിട്ട് തിരിച്ച് യുഎസിലേക്ക് പോകാനായിരുന്നു അവളുടെ പ്ലാൻ. അവിടെയുള്ള അവരുടെ സ്വന്തം ഫ്ളാറ്റിലാണ് ഇപ്പോൾ മരീചിക നിൽക്കുന്നത്. അവിടേക്ക് ലക്ഷ്മി അവൾ കൊണ്ടുപോകുന്നു. മരിച്ചുപോയ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ ഒക്കെ മരീചിക ലക്ഷ്മിക്ക് കാണിച്ചു കൊടുത്തു. ഈ ഫ്ളാറ്റിലെ ഓരോ സാധനങ്ങളും തന്റെ പേരൻസ് സെലക്ട് ചെയ്ത് വാങ്ങിയതാണെന്നാണ് അവൾ പറയുന്നത്. അവളുടെ ഇവിടെയുള്ള പല പ്രോപ്പർട്ടീസും വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഡീലർ വരുന്നുണ്ട്. എന്നാൽ അയാള് ഒരു പ്രോപ്പർട്ടിക്ക് പറഞ്ഞ തുക വളരെ കുറവായിരുന്നു. അത് കാരണം മരീചിക അത് വിൽക്കണ്ടെന്ന് പറയുന്നു. അയാൾ തുക കുറച്ചുകൂടി കൂട്ടി പറഞ്ഞിട്ടും അവൾ അത് വിൽക്കാൻ കൂട്ടാക്കിയില്ല. തൽക്കാലം അത് വിൽക്കണ്ട, ഈ ഫ്ളാറ്റ് മാത്രം വിൽക്കുന്ന കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്നു. എന്താവശ്യം ഉണ്ടെങ്കിലും തന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ തന്റെ കാർഡും അവിടെ വെച്ചിട്ടാ പോയത്. നിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം വിറ്റിട്ട് നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വരില്ലേ എന്ന് ലക്ഷ്മി അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രം ഇവിടേക്ക് വരാമെന്ന്. മരീചിക വീട്ടിലേക്ക് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനൊട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. നല്ല കേക്ക് വേണമെങ്കിൽ സഞ്ജുവിന്റെ കടയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയാണ് സഞ്ജുവിന്റെ ഷോപ്പിലേക്ക് മരീചികയെ കൊണ്ടുപോകുന്നത്. മരീചികയുടെ സൗന്ദര്യം കണ്ട് എല്ലാവരും അവളെ തന്നെ നോക്കുകയായിരുന്നു. സഞ്ജുവിനും അവളെ കണ്ട മാത്രയിൽ ഇഷ്ടപ്പെട്ടു. ഇനി കേക്ക് വേണമെങ്കിൽ ഹോം ഡെലിവറി വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യുമെന്ന് സഞ്ജു മരീചികയോട് പറയുന്നു. എന്നാൽ അവൾക്ക് മാത്രം എന്താ അത്ര സ്പെഷ്യലായിട്ട് ഹോം ഡെലിവറി എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ സഞ്ജു പറയുന്നത് അവൾ നിന്റെ ഫ്രണ്ട് അല്ലേ അതുകൊണ്ടാണെന്ന്. താൻ സഞ്ജുവിനെ സ്നേഹിക്കുന്ന പോലെ സഞ്ജുവിനും തന്നോട് ഇഷ്ടമുണ്ടെന്നാണ് ലക്ഷ്മിയും കരുതിയിരുന്നത്. പിന്നീട് ഒരു തവണ മരീചിക കേക്ക് ഓർഡർ ചെയ്തപ്പോൾ സഞ്ജു തന്നെ ഡെലിവറി ചെയ്യുന്നു. അവളോട് കൂടുതൽ സംസാരിക്കാനും വീടിനകത്തേക്ക് കയറാനും ഒക്കെ അവൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൾ ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് അവനെ നിർത്തിയത്. അവൻ പോയി കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയെ വിളിച്ച് ഇവന്റെ ബിഹേവിയറിനെ പറ്റി മരീചിക പറയുന്നുണ്ട്. അവൻ എന്നോട് മിണ്ടാനും സംസാരിക്കാനും കൂട്ടുകൂടാനും ഒക്കെ നല്ല താല്പര്യം കാണിക്കുന്നുണ്ടെന്നും പറയുന്നു. ഇത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ശരിക്കും വിഷമമായി. സഞ്ജു തന്നെ ഡയറക്റ്റ് കേക്ക് ഡെലിവറിക്ക് വന്നറിഞ്ഞിട്ട് തന്റെ വീട്ടിലും ഇനി മുതൽ ബ്രെഡ് ഡെലിവറി ചെയ്യുമെന്ന് അവനോട് ലക്ഷ്മി പോയി ചോദിക്കുന്നു. എന്നാൽ ഇവിടെ നിന്ന് ആരെങ്കിലും വിട്ട് ഡെലിവറി ചെയ്യിക്കാമെന്നാണ് അവൾ പറയുന്നത്. മരീചികയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവനായിട്ട് തന്നെ അവളുടെ വീട്ടിൽ ഡെലിവറിക്ക് പോയതെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. ഈ സമയം മരീചിക ഒരു ആർട്ട് ഗാലറിയിലാണ് ഉള്ളതെന്ന് ലക്ഷ്മിയിൽ നിന്ന് മനസ്സിലാക്കിയ സഞ്ജു ആകട്ടെ അവിടേക്ക് പോവുകയും അവിടെ വെച്ച് മരീചികയെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു. തിരിച്ചവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നതും സഞ്ജു ആയിരുന്നു. ആ സമയം മരീചികയെ കാണാൻ അവളുടെ വീട്ടിലേക്ക് വന്ന ലക്ഷ്മി ഇതെല്ലാം കാണുന്നുണ്ട്. പതിയെ പതിയെ സഞ്ജു തന്നിൽ നിന്നും അകന്ന് മരീചികയിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കും തോറും ലക്ഷ്മിയുടെ ഉള്ളിൽ വിഷമം കൂടി വരികയായിരുന്നു. എന്നാൽ മരീചികയ്ക്ക് അറിയില്ലായിരുന്നു സഞ്ജുവിനെ ലക്ഷ്മി സ്നേഹിക്കുന്നുണ്ടെന്ന്. സഞ്ജുവിന്റെ അച്ഛൻ ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. പ്രോപ്പർട്ടി വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഓഫീസിൽ വന്നപ്പോൾ മരീചികയുടെ കയ്യിൽ നിന്നും നല്ല കമ്മീഷൻ വാങ്ങാൻ ആ ഡീലർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സഞ്ജുവിനെ കണ്ടതോടുകൂടി അയാൾ കമ്മീഷനൊന്നും അധികം വാങ്ങാതെ മരീചികയ്ക്ക് കാര്യങ്ങൾ നടത്തിക്കൊടുത്തു. സഞ്ജു ഇങ്ങോട്ട് വന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് മരീചികയും അവനോട് കുറച്ച് ക്ലോസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ പലയിടങ്ങളിലും വെച്ച് ഇവർ കാണുകയും സഞ്ജു ആകട്ടെ അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കൊണ്ടാവുന്ന വിധം പല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഇവർ മൂന്നുപേരും ഒരുമിച്ച് മരീചികയുടെ വീട്ടിൽ വെച്ച് സ്ഥിരമായിട്ട് കാണുന്നതും മൂവി കാണുന്നതും ഒക്കെ പതിവായി. അപ്പോഴെല്ലാം തന്നെ ഇവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നത് ലക്ഷ്മി കാണുകയും അവളുടെ ഉള്ള വിഷമം കൂടി വരികയും ചെയ്തു. താൻ കുറച്ചുനാളായിട്ട് കൂട്ടിവെച്ചിരിക്കുന്ന കാശ് ഉപയോഗിച്ച് ഒരു സ്കൂട്ടി വാങ്ങണമെന്ന് ലക്ഷ്മി കരുതിയിട്ടുണ്ടായിരുന്നു. കൂട്ടിനെ വിളിക്കുന്നത് മരീചികയാണ്. എന്നാൽ തനിക്കതിനെപ്പറ്റി അധികമൊന്നും അറിയാത്തത് കാരണം മരീചിക സഞ്ജുവിനെ കൂടി വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെ വെച്ച് സഞ്ജു ലക്ഷ്മിയുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ വാലന്റൈൻസ് ഡേ എത്തി. സഞ്ജുവിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റും പൂവൊക്കെ ആയിട്ട് നല്ലപോലെ റെഡിയായി ലക്ഷ്മി പോകുകയായിരുന്നു. എന്നാൽ അവിടെ എത്തുമ്പോൾ കാണുന്നത് സഞ്ജു മരീചികയെ പ്രപ്പോസ് ചെയ്യുന്നതാണ്. ലക്ഷ്മി ശരിക്കും തകർന്നുപോയി. സഞ്ജുവിന്റെ പ്രപ്പോസലിന് മറുപടിയൊക്കെ താൻ വീട്ടിലെത്തി കഴിയുമ്പോൾ പറയാമെന്നാണ്
എന്നാണ് മരീചിക പറയുന്നത്. അങ്ങനെ പിന്നീട് സഞ്ജുവും മരീചികയും റിലേഷൻഷിപ്പിലായി. അവർ കൂടുതൽ ക്ലോസ് ആവുകയായിരുന്നു. ഷോപ്പിൽ വെച്ച് അകത്ത് റൂമിലിരുന്ന് ഇവർ സ്ഥിരമായിട്ട് സംസാരിക്കും. സഞ്ജുവിന്റെ ഫ്രണ്ട്സ് ആകട്ടെ അവന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് മാത്രം ടേസ്റ്റ് ചെയ്താൽ മതിയോ, ഞങ്ങൾക്കും കൂടി ടേസ്റ്റ് ചെയ്യാൻ തരണ്ടേന്ന്. മരീചിക ഉദ്ദേശിച്ചായിരുന്നു അവരാ കമന്റ് പറഞ്ഞത്. ഇത് കേട്ട് സഞ്ജു അവരുമായിട്ട് വഴക്കിടുന്നു. എന്നാൽ മരീചിക പറയുന്നുണ്ട്, ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കണ്ട, അവരാ കേക്കിനെ കുറിച്ചായിരിക്കാൻ പറഞ്ഞതെന്ന്. ഈ പ്രശ്നം കാരണം അവർ പിന്നീട് മറ്റൊരു കഫേയിൽ വെച്ചിട്ടായിരുന്നു സ്ഥിരമായിട്ട് കാണുന്നത്. മരീചികയെ കുറച്ചു ദിവസമായിട്ട് കാണാത്തത് കാരണം അവളെ കാണാൻ വേണ്ടിയിട്ട് അതേ കഫേയിലേക്ക് ലക്ഷ്മിയും വന്നിട്ടുണ്ടായിരുന്നു. മരീചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് സഞ്ജു അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അപ്പോൾ മരീചികയുടെ സൗണ്ട് അവർ കേൾക്കുന്നു. പോയി നോക്കുമ്പോൾ കാണുന്നത് തലേന്ന് താൻ പ്രശ്നം ഉണ്ടാക്കിയ ആ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് മരീചിക സംസാരിക്കുന്നതാണ്. അതിലൊരാൾ മരീചികയുടെ കയ്യിൽ തൊട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് സഞ്ജു വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നു. എന്നാൽ ഇവന്മാര് നിന്നെക്കുറിച്ച് മോശമായിട്ട് കമന്റ് പറഞ്ഞതല്ലേ, ഇന്ന് ഇവന്മാരുടെ കൂടെ ഇത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചായിരുന്നു അവൻ വഴക്കുണ്ടാക്കിയത്. എന്നാൽ നീ വെറുതെ തെറ്റിദ്ധരിക്കുകയാണെന്നും അവരൊക്കെ ഇന്നലെ എന്നോട് ഇതിന് സോറി പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നും അവൾ പറയുന്നുണ്ട്. സഞ്ജുവിന് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരിൽ അവർക്കിടയിൽ പ്രശ്നങ്ങളും ഉണ്ടായി. എന്നാൽ ഇവരുടെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് മാക്സിമം ലക്ഷ്മി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എത്രയൊക്കെയാണെങ്കിലും സഞ്ജു അവളും പരസ്പരം സ്നേഹിക്കുന്ന സ്ഥിതിക്ക് താൻ അതിലൊരു പ്രശ്നമായിട്ട് നിൽക്കണ്ടെന്ന് ലക്ഷ്മി കരുതിയിട്ടുണ്ടായിരുന്നു. ഇവരെ തമ്മിൽ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരോടും സംസാരിച്ച് പരസ്പരം സോറി പറയാൻ ലക്ഷ്മി പറയുന്നു. അങ്ങനെ അവർക്കിടയിലെ പിണക്കം ലക്ഷ്മിയുടെ സഹായത്തോടു കൂടി മാറി. അവർ കൂടുതൽ അടുത്തു. ഒരു ദിവസം മരീചിക പെട്ടെന്ന് സഞ്ജുവിനോട് പറയുന്നുണ്ട്, നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന്. എന്നാൽ ഇത് കേട്ട് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നിനക്ക് സഞ്ജുവിനെ പറ്റി എന്തറിയാം, കൂടുതലായിട്ട് ഒന്നും അറിയില്ലല്ലോ, ഇത്ര പെട്ടെന്ന് വിവാഹത്തെക്കുറിച്ച് എന്തിനാ സംസാരിക്കുന്നതെന്ന്. എന്നാൽ മരീചിക പറയുന്നു, എനിക്ക് സഞ്ജുവിനെ പറ്റി എല്ലാം അറിയാമെന്ന്. അവന്റെ അച്ഛൻ വലിയൊരു പൊളിറ്റീഷ്യനാ, അതുപോലെ ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ട്. 80 കോടിയോളം വില വരുന്ന സ്വത്തുക്കൾ അവന്റെ പേരിലുള്ളത്. MBA കഴിഞ്ഞിട്ടും ഒരു സാധാരണ ആളെ പോലെ ഇവിടെ ഈ ഷോപ്പും ബിസിനസ്സും ഒക്കെ ആയിട്ട് നിൽക്കാൻ അവൻ ഇഷ്ടം. അവനെ പറ്റി ഒരുവിധം എല്ലാ കാര്യങ്ങളും മരീചികയ്ക്ക് അറിയാമായിരുന്നു. നിന്റെ വീട്ടുകാർ ചിലപ്പോ നമ്മുടെ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല, അതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്നാണ് മരീചിക പറയുന്നത്. അവളെ വിവാഹം ചെയ്യാൻ സഞ്ജുവിനും ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇവർ രണ്ടുപേരും അധികമാരും അറിയാതെ വിവാഹം ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും സഞ്ജുവിന്റെ ഫാം ഹൗസിലേക്കാണ് പോകുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ മരീചികയെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ ഫ്ളാറ്റിലേക്ക് ലക്ഷ്മി വരുന്നുണ്ട്. സ്ഥിരമായിട്ട് അവൾ താക്കോല് വെക്കുന്നത് എവിടെയാണെന്ന് ലക്ഷ്മിക്ക് അറിയാം. എന്നാൽ ഇന്നവിടെ താക്കോലോ അവളുടെ ചെരുപ്പുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മരീചിക എവിടെയെന്ന് അവിടെയുള്ള കെയർടേക്കറോട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് ഫ്ളാറ്റ് ഒഴിഞ്ഞിട്ട് ആ പെൺകുട്ടി പോയി എന്ന്. എന്നാൽ ഇത് അവളുടെ സ്വന്തം ഫ്ളാറ്റ് ആയിരുന്നില്ലെന്ന് ചോദിക്കുമ്പോഴാണ് ലക്ഷ്മി പല സത്യങ്ങളും മനസ്സിലാക്കുന്നത്. അത് മരീചികയുടെ സ്വന്തം ഫ്ളാറ്റ് അല്ല, അവൾ അവിടെ റെന്റിന് നിന്നതാണ്. അവൾ ലക്ഷ്മിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമായിരുന്നു. ആ ഫ്ളാറ്റിനുള്ളിൽ കണ്ട ഫോട്ടോസ് മരീചികയുടെ അച്ഛന്റെ അമ്മയുടേതുമല്ല, അതാ ഫ്ളാറ്റിന്റെ ഓണറിന്റെ മകളും മരുമകനുമാണ്. അവർ ഏതോ ആക്സിഡന്റിൽ മരിച്ചുപോയതാണ്. അവളുടെ പ്രോപ്പർട്ടീസ് വിൽക്കുന്നതിനെ പറ്റി മരീചിക സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഡീലറിന്റെ നമ്പർ കണ്ടെത്തി അതിലേക്ക് ലക്ഷ്മി വിളിക്കുമ്പോൾ ലക്ഷ്മിക്ക് മനസ്സിലാകുന്നുണ്ട് ആ ഡീലറിനെയും ഫേക്ക് ആയിട്ട് മരീചിക സെറ്റ് ചെയ്തതാണെന്ന്. അല്ലാതെ അവൾ ഇവിടെ വലിയ സ്വത്തുക്കളൊന്നും തന്നെ വിൽക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, അവൾ ഒരു ഫ്രോഡാണ്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ലക്ഷ്മിയാകട്ടെ അപ്പൊ തന്നെ സഞ്ജുവിനെ കോൾ ചെയ്യുന്നു. മരീചിക നല്ല ഉറക്കമായിരുന്നു. സഞ്ജു ഫോൺ എടുത്തതും ലക്ഷ്മി കാര്യങ്ങൾ പറയുന്നു. അതോടുകൂടി സഞ്ജു ആകെ ഡിസ്റ്റർബ്ഡ് ആയി. തന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് മരീചിക തന്നോട് കള്ളത്തരങ്ങൾ പറഞ്ഞ് വിവാഹം കഴിച്ചതാണെന്ന് അവന് മനസ്സിലായി. ഒരു കോള് വന്ന ശേഷം സഞ്ജു ഡിസ്റ്റർബ് ആയിരിക്കുന്നത് കണ്ടതും മരീചികയ്ക്കും ഡൗട്ട് തോന്നി, തന്റെ സത്യങ്ങൾ അവൻ മനസ്സിലാക്കിയുവെന്ന്. പക്ഷെ സഞ്ജു അവളോടൊന്നും ചോദിച്ചില്ല. മരീചികയായിട്ട് നമുക്ക് ഹണിമൂണിന് പോകാം, ഇപ്പൊ തന്നെ പുറപ്പെടാമെന്ന് പറഞ്ഞിട്ട് അവനെ നിർബന്ധിച്ച് വണ്ടിയിലേക്ക് കയറ്റി അവിടെ നിന്നും പോവുകയായിരുന്നു. ഫാം ഹൗസിലാണ് സഞ്ജു ഉള്ളതെന്നറിഞ്ഞിട്ട് അവിടേക്ക് വരികയായിരുന്നു ലക്ഷ്മി. സഞ്ജുവിനെയും മരീചികയും ഫോളോ ചെയ്ത് സഞ്ജുവുമായിട്ട് വഴക്കുണ്ടാക്കിയ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് ഇവരുടെ വണ്ടിക്ക് കുറുകെ വരുന്നു. മരീചിക വണ്ടിയിൽ നിന്നിറങ്ങി അവരുടെ കൂടെ വഴക്കുണ്ടാക്കുന്ന പോലെ അഭിനയിക്കുന്നു. എന്നാൽ അവളും അവരുടെ കൂടെ ചേർന്നിട്ട് സഞ്ജുവിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. മര്യാദയ്ക്ക് ഈ പേപ്പറിൽ സൈൻ ചെയ്തു തരുന്നതാ നല്ലത്, എനിക്ക് വേണ്ടത് നിന്റെ പ്രോപ്പർട്ടീസ് മാത്രമാണ്, 10 ലക്ഷം രൂപ ഞാൻ ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവർ എന്റെ കൂടെ നിൽക്കുന്നതെന്ന്. സഞ്ജു സൈൻ ചെയ്ത് കൊടുക്കാൻ കൂട്ടാക്കിയില്ല. തന്നെ ചതിച്ചതിന്റെ പേരിൽ അവൻ അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവരെല്ലാവരും ചേർന്നിട്ട് അവനെ ആക്രമിക്കുന്നു. അവിടേക്ക് വന്ന ലക്ഷ്മിയാകട്ടെ ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. ആ ഫൈറ്റിനിടയിൽ സഞ്ജുവിന്റെ തലയ്ക്ക് അടിയേറ്റു. അവന്റെ തലയിൽ നിന്ന് രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. പതി അവന്റെ ബോധം പോയി. ആ പയ്യന്മാര് പറയുന്നുണ്ട്, സഞ്ജു മരിച്ചു, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കൊള്ളാൻ. ഇത് കണ്ട് മരീചികയും പേടിച്ച് അവിടെ നിന്ന് ഓടുകയായിരുന്നു. ലക്ഷ്മി സഞ്ജുവിനെ ഹെൽപ്പ് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് എത്തി. കരഞ്ഞുകൊണ്ട് മരീചികയോട് പറയുന്നുണ്ട്, നീ തിരിച്ചു വാ, നമുക്ക് സഞ്ജുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. എന്നാൽ അപ്പോഴേക്കും അവൻ മരിച്ചിട്ടുണ്ടായിരുന്നു. മരീചിക സഞ്ജുവിനെ കൊന്നു, എന്നിട്ട് അവൾ രക്ഷപ്പെട്ടു. അവളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ലക്ഷ്മി പോലീസ് സ്റ്റേഷനിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കേക്ക് ഷോപ്പ് നടത്തുന്ന സഞ്ജുവിനെ പറ്റി അന്വേഷിക്കാൻ ഒരു കോൺസ്റ്റബിളിനെ ഈ പോലീസുകാരൻ പറഞ്ഞുവിടുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ കോൺസ്റ്റബിൾ തിരിച്ചു വന്നു. സഞ്ജുവിനെ വിളിച്ചുകൊണ്ടാണ് അയാൾ വന്നത്. ലക്ഷ്മിയും കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ സഞ്ജുദേ ജീവനോടെ നിൽക്കുന്നു. എന്നാൽ ലക്ഷ്മിയാകട്ടെ അവനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതെന്റെ സഞ്ജു അല്ലാന്ന്, എന്റെ സഞ്ജുവിനെ മരീചിക കൊന്നുവെന്ന്. പോലീസുകാരന് ആകെ കൺഫ്യൂഷനായി. ഇവൾ ആരെ പറ്റിയാണ് ഈ പറയുന്നത്? കേക്ക് ഷോപ്പ് നടത്തുന്ന സഞ്ജു ഇത് തന്നെയാണ്. സഞ്ജുവിനോട് മരീചികയെ പറ്റി പോലീസുകാരൻ ചോദിക്കുമ്പോൾ അവൻ അങ്ങനൊരു പെൺകുട്ടിയെ അറിയത്തു പോലുമില്ല. ലക്ഷ്മിയെ അറിയാവോന്ന് ചോദിക്കുമ്പോൾ സഞ്ജു പറയുന്നുണ്ട്, അവൾ സ്ഥിരം
സ്ഥിരമായിട്ട് തന്റെ ഷോപ്പിൽ ബ്രെഡ് വാങ്ങിക്കാൻ വരുമെന്ന്. എപ്പോഴും ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. ഒരു ദിവസം എന്നോട് അവൾക്കൊരു സ്കൂട്ടി വാങ്ങണം, കൂട്ടുവരാമോ എന്ന് ചോദിച്ചു. ഞാൻ പോവുകയും ചെയ്തു. അവളുടെ കൂടെ പോയി അവൾക്ക് ആ സ്കൂട്ടി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഒരു ദിവസം വാലന്റൈൻസ് ഡേയുടെ അന്ന് ഇവൾ എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തു. പക്ഷെ ഞാൻ അവളെ അങ്ങനെയൊന്നും കാണുന്നില്ലെന്നും നമ്മൾ തമ്മിൽ ചേരില്ലെന്നും അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞാൻ അവളെ റിജക്ട് ചെയ്തത് അവൾക്ക് വലിയ വിഷമമായി. ആ സമയത്തൊന്നും അവിടെ മരീചിക ഉണ്ടായിരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഈ മരീചിക ആരാണെന്ന് തനിക്ക് അറിയില്ല എന്ന് തന്നെ സഞ്ജു പറയുന്നു. ഞാൻ ആ സമയമെല്ലാം അവിടെ ഒറ്റയ്ക്കായിരുന്നു. ഞാനും ലക്ഷ്മിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോലീസുകാർ നോക്കുമ്പോൾ ലക്ഷ്മിയാകട്ടെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയായിരുന്നു. അതോടുകൂടി ഇവർക്ക് മനസ്സിലായി ഇവളുടെ മാനസിക നിലയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ ഇവളെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുന്നു. അവളുടെ പേരൻസും വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സൈക്കാട്രിസ്റ്റ് ഇവരോട് പറയുന്നുണ്ട് സഞ്ജു ഇവളെ റിജക്ട് ചെയ്തത് കാരണം അവൾക്ക് വലിയൊരു ഷോക്കാണ് ഉണ്ടായതെന്നും സഞ്ജു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പെൺകുട്ടിയെ അവൾ തന്റെ സ്വന്തം മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. അതിനൊരു പേരുവിട്ടു, അതാണ് മരീചിക. ആ കഥാപാത്രം സഞ്ജുവിനെ സ്നേഹിക്കുന്നതും സഞ്ജു അവളെ തിരിച്ച് സ്നേഹിക്കുന്നതും ഒക്കെ ഇവൾ ഇമാജിൻ ചെയ്തു. സഞ്ജുവിന്റെ അത്രയും സ്വത്തോ സമ്പത്തോ ആ ഗ്ലാമറോ ഒന്നും തന്നെ തനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് സഞ്ജു തന്നെ റിജക്ട് ചെയ്തതെന്നുള്ള ഒരു സങ്കടം ഇവളുടെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് മരീചിക എന്ന് പറയുന്ന സുന്ദരിയായ പെൺകുട്ടിയുമായിട്ട് സഞ്ജു സന്തോഷപൂർവ്വം ജീവിക്കുന്നത് ഇവൾ ഇമാജിൻ ചെയ്യുകയും ചെയ്തതോടുകൂടി പതിയെ ഇവൾക്ക് ആ മരീചിക എന്ന് പറയുന്ന ക്യാരക്ടറിനോട് തന്നെ ദേഷ്യമായി തുടങ്ങി. അവൾ തന്നെ സൃഷ്ടിച്ച ആ ഒരു പെൺകുട്ടിയെ അവൾ തന്നെ വെറുത്തു. അത് കാരണം മരീചിക സഞ്ജുവിനെ ചതിക്കുന്നതായിട്ടും സഞ്ജുവിനെ കൊല്ലുന്നതായിട്ടും ഒക്കെ ഇവൾ ഇമാജിൻ ചെയ്തു. ഇതെല്ലാം ഇവളുടെ ഇമാജിനേഷൻ മാത്രമാണ്, അല്ലാതെ അങ്ങനൊരു പെൺകുട്ടിയില്ല. ഇപ്പോൾ സഞ്ജു മരിച്ചിട്ടില്ല എന്നും ഇതാണ് യഥാർത്ഥ സഞ്ജു എന്നും പറഞ്ഞാൽ പോലും ഇവൾ വിശ്വസിക്കില്ല. പതിയെ ട്രീറ്റ്മെന്റിലൂടെ ഇവളെ മാറ്റിയെടുക്കണം. ഈ കാര്യങ്ങളെല്ലാം കേട്ടതോടുകൂടി സഞ്ജു ആകെ സങ്കടത്തിലായി. താൻ അവളെ റിജക്ട് ചെയ്തുകൊണ്ടല്ലേ അവൾ ഈ അവസ്ഥയിലെത്തിയത്. തന്നെ ഒരുപാട് പെൺകുട്ടികൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ റിജക്ട് ചെയ്തപ്പോൾ അവരൊക്കെ വേറെ ആൾക്കാരുടെ കൂടെ പോയി. പക്ഷേ ലക്ഷ്മി ഇപ്പോഴും തന്നെ സ്നേഹിക്കുന്നു. എന്റെ റിജക്ഷൻ അവൾക്ക് താങ്ങാൻ പോലും പറ്റിയില്ല. അങ്ങനൊരു പെൺകുട്ടിയെ താൻ വിട്ടുകളയാൻ പാടില്ല എന്നും അവളുടെ ട്രീറ്റ്മെന്റിന് അവളുടെ കൂടെ നിന്ന് അവളുടെ അസുഖം ഭേദമാക്കി അവളെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സഞ്ജു ലക്ഷ്മിയുടെ പേരൻസിനോട് പറയുന്നു. അവർക്കെല്ലാം അത് സമ്മതമായിരുന്നു. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ സഞ്ജു മരീചികയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പതിയെ അവൾ ഓക്കെയായി. തന്റെ കൂടെയുള്ളത് സഞ്ജു ആണെന്ന് അവൾക്ക് ബോധ്യമായി. അവളുടെ കൂടെ ഒരുപാട് ടൈം സഞ്ജു സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും അവന്റെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. അവളുടെ പല്ലിലെ കമ്പി മാറ്റുകയും കണ്ണിലെ ലെൻസ് വെക്കുകയും ഒക്കെ ചെയ്തു. പതിയെ അവൾ നാടൻ പെൺകുട്ടിയിൽ നിന്നും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായി മാറി. സഞ്ജു ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പെൺകുട്ടിയായി താൻ മാറണമെന്ന് ലക്ഷ്മിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ എത്രയൊക്കെ അവൾ മാറിയിട്ടും സഞ്ജു അവളുടെ കൂടെ അത്ര ഹാപ്പി ആയിരുന്നില്ല. ഒരു ദിവസം രാത്രി ഇവർ വിജനമായ ഒരു റോഡിലൂടെ പോവുകയായിരുന്നു. യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഞ്ജു പുറത്തേക്ക് ഇറങ്ങി. ആ സമയം ലക്ഷ്മിയും അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ സഞ്ജു ദേഷ്യപ്പെടുന്നുണ്ട്. നിനക്ക് എന്തു പറ്റി? കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്നോടുള്ള ഇഷ്ടമൊക്കെ നിനക്ക് പോയോന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ സഞ്ജു പറയുന്നുണ്ട് ഞാൻ മരീചികയെ മിസ് ചെയ്യുന്നു എന്ന്. ഇത് കേട്ടതും ലക്ഷ്മിക്ക് ദേഷ്യം വരുന്നു. നമ്മളുടെ ഡീല് നീ മറന്നുപോയെന്ന് ചോദിക്കുന്നു. ഇവിടെയാണ് ആ ട്വിസ്റ്റ്. മരീചിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. സഞ്ജുവും അവളും തമ്മിൽ പ്രണയത്തിലുമായിരുന്നു. തുടക്കം മുതൽ കാണിച്ച കാര്യങ്ങളെല്ലാം സത്യം തന്നെയായിരുന്നു. പക്ഷെ ഒരു കാര്യം ഒഴിച്ച് സഞ്ജു മരീചികയെ പ്രണയിക്കാൻ ആരംഭിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നില്ല. മരീചിക പ്രോപ്പർട്ടീസ് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഡീലറിനെ കണ്ടിരുന്നില്ലേ? ആ സമയത്ത് ആ ഡീലർ പറഞ്ഞ ഒരു ഡീലിന് മരീചിക ഓക്കെ ആയിരുന്നില്ല. അവൾക്കറിയാമായിരുന്നു ആ സ്ഥലത്ത് എന്തൊരു ടൗൺഷിപ്പ് വരാൻ പോകുന്നെന്നും അവിടെ നല്ല വില കിട്ടുമെന്നും. എന്നാൽ അതിനു മുന്നേ ആ സ്ഥലം കൈക്കലാക്കാൻ ഈ ഡീലർ ശ്രമിക്കുകയായിരുന്നു. ശരിക്കും ആ സ്ഥലം ആവശ്യമുണ്ടായിരുന്നത് നമ്മുടെ സഞ്ജുവിന്റെ അച്ഛനായിരുന്നു. സഞ്ജു ഈ ഡീലറിനോട് പറയുന്നുണ്ട് ആ US പാർട്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ സ്ഥലം വാങ്ങിക്കാൻ. എന്നാൽ ആ പെൺകുട്ടി ഒരു രീതിയിലും അടുക്കുന്നില്ല എന്ന് ഈ ഡീലർ പറഞ്ഞു. അതോടുകൂടി സഞ്ജു ആകട്ടെ എങ്ങനെയെങ്കിലും മരീചികയുടെ ലൈഫിലേക്ക് കയറിക്കൂടാൻ ശ്രമിക്കുകയായിരുന്നു. അവളെ പ്രണയിച്ച് അവളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവളുടെ സ്വത്തുക്കളെല്ലാം തനിക്ക് കിട്ടും. അങ്ങനെയാണ് ലക്ഷ്മിയുടെ കൂടെ മരീചികയെ കണ്ടപ്പോൾ സഞ്ജു മരീചികയോട് ക്ലോസ് ആകാൻ ശ്രമിച്ചത്. അന്ന് ശരിക്കും ലക്ഷ്മി ആഗ്രഹിച്ച പ്രകാരമല്ല സ്കൂട്ടർ വാങ്ങാൻ പോയത്. ലക്ഷ്മിക്ക് ഒരു സ്കൂട്ടർ വാങ്ങി കൊടുക്കണമെന്ന് മരീചികയായിരുന്നു തീരുമാനിച്ചത്. അവൾ സ്വന്തം കാശിനാണ് ലക്ഷ്മിക്ക് സ്കൂട്ടർ വാങ്ങി കൊടുത്തത്. വാലന്റൈൻസ് ഡേയുടെ അന്ന് സഞ്ജു മരീചികയെ പ്രപ്പോസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഉത്തരം താൻ വീട്ടിൽ വെച്ച് പറയാമെന്ന് പറഞ്ഞ് മരീചിക പോയിട്ടുണ്ടായിരുന്നില്ലേ? ആ സമയം ഇതെല്ലാം കണ്ട് തകർന്നെങ്കിലും ലക്ഷ്മി ഇവനോട് വന്ന് ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവൻ അവളെ റിജക്ട് ചെയ്യുകയും ചെയ്തു. എല്ലാ കസ്റ്റമേഴ്സിന്റെയും കൂടെ താൻ ഫ്രണ്ട്ലി ആയിട്ടിരുന്നു, അതുപോലെയുള്ള നിന്നോടും ഫ്രണ്ട്ലി ആയിട്ടിരുന്നത് അതിനെ നീ തെറ്റിദ്ധരിക്കേണ്ട എന്നാണ് സഞ്ജു അവളോട് പറഞ്ഞത്. സഞ്ജുവിന്റെ ഫ്രണ്ട്സ് മരീചികയെ നോക്കി കമന്റ് പറഞ്ഞപ്പോൾ ശരിക്കും സഞ്ജു എന്നൊരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നില്ല. മരീചികയാണ് അവരോട് ദേഷ്യപ്പെട്ടത്. സഞ്ജു കൂളായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് അവൾ അവനോട് ചോദിച്ചു നിന്റെ ഫ്രണ്ട്സ് ഇത്രയും മോശമായിട്ടുള്ള കമന്റ് എന്നെ നോക്കി പറഞ്ഞിട്ട് നിനക്കൊന്നും തോന്നില്ലേ എന്ന്. എന്നാൽ അവർ ആ കേക്കിനെ പറ്റിയായിരിക്കും അത് പറഞ്ഞതെന്നാണ് സഞ്ജു പറഞ്ഞത്. പിറ്റേന്നൊരു കഫേയിലേക്ക് പോയ മരീചികയും ലക്ഷ്മിയും കാണുന്നുണ്ട് സഞ്ജു ആ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത്. തന്നോട് മോശമായിട്ട് സംസാരിച്ച ആ ഫ്രണ്ട്സിനോട് അവൻ ഇപ്പോഴും ക്ലോസ് ആണെന്ന് അറിഞ്ഞപ്പോൾ മരീചിക്ക് ദേഷ്യം വന്നു. പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട, ഒരു സോറി വേണമെങ്കിൽ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞ് ആ ഫ്രണ്ട്സ് അവളുടെ ശരീരത്തിൽ തൊട്ടുകൊണ്ടായിരുന്നു സോറി പറയുന്നത്. ഇതൊന്നും കണ്ടിട്ടും സഞ്ജു പ്രതികരിക്കാത്തത് കാരണം മരീചിക്ക് ദേഷ്യം വരികയും അവനുമായിട്ട് വഴക്കിടുകയും ചെയ്യുന്നു. എന്നാൽ ഒരു വിധത്തിൽ സഞ്ജു അവളോട് സോറിയൊക്കെ പറഞ്ഞ് വീണ്ടും ഒന്നിച്ചു. വിവാഹത്തിന്റെ പ്രപ്പോസൽ വെച്ചത് സഞ്ജു ആയിരുന്നു. എന്നെ വിവാഹം കഴിക്കാൻ ഓക്കെ ആണോന്ന്
അവളോട് ചോദിച്ചു. എന്നാൽ തന്നെ പറ്റി ഒന്നും അറിയാതെ നീ എങ്ങനെയാണ് വിവാഹത്തെപ്പറ്റി സംസാരിക്കുന്നതെന്ന് മരീചിക അവനോട് ചോദിച്ചപ്പോൾ അവൻ മരീചികയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നു. അവളുടെ അച്ഛനും അമ്മയും മരിച്ചുപോയതും അവൾക്കുള്ള സ്വത്തിന്റെ കണക്കും എല്ലാം തന്നെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ സഞ്ജുവിന്റെ നിർബന്ധം കൂടിയായപ്പോഴേക്കും അവൾ അമ്പലത്തിൽ വെച്ച് അവനെ വിവാഹം ചെയ്തു. വിവാഹശേഷം ഇവർ സഞ്ജുവിന്റെ ഫാം ഹൌസിലേക്ക് പോയി. എന്നാൽ സഞ്ജുവിന്റെ ഫ്രണ്ട്സ് തമ്മിലിരുന്ന് സംസാരിക്കുന്നത് ലക്ഷ്മി കേൾക്കുന്നുണ്ട്. മരീചികയുടെ സ്വത്തടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് സഞ്ജു അവളെ വിവാഹം കഴിച്ചതെന്നും അവൻ നല്ല ബുദ്ധിമാനാണെന്നും. ഇത് കേട്ടതോടുകൂടി ലക്ഷ്മിക്ക് മനസ്സിലായി മരീചിക ചതിക്കപ്പെട്ടതാണെന്ന്. ലക്ഷ്മി അന്ന് കോൾ ചെയ്തത് മരീചികയായിരുന്നു. സഞ്ജുവിനെ പറ്റിയുള്ള സത്യങ്ങളെല്ലാം മരീചികയോട് തുറന്നു പറയുന്നു. ഇത് കേട്ട് അവൾ ആകെ ഷോക്കിലായി. പക്ഷെ സഞ്ജു ഉണർന്നു വന്നപ്പോൾ ഇവളുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് കാര്യം തിരക്കിയെങ്കിലും അവൾ ഓരോ കള്ളങ്ങൾ പറഞ്ഞു. എന്നാൽ അവൾക്ക് ലാസ്റ്റ് വന്ന ഫോൺ കോൾ ചെക്ക് ചെയ്തതോടുകൂടി സഞ്ജുവിന് കാര്യം മനസ്സിലായി. മരീചിക തന്നെ പറ്റിയുള്ള സത്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഹണിമൂണെന്ന് പറഞ്ഞിട്ട് അവളെ നിർബന്ധിച്ച് അവിടെ നിന്നും അവൻ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയും തന്റെ കൂട്ടുകാരെ ഉപയോഗിച്ച് അവളെ ഭീഷണിപ്പെടുത്തി അവളുടെ പ്രോപ്പർട്ടീസ് എല്ലാം സൈൻ ചെയ്ത് വാങ്ങിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. നേരത്തെ സഞ്ജുവിന് സംഭവിച്ചതായിട്ട് കാണിച്ച കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ സംഭവിച്ചത് മരീചികയ്ക്കായിരുന്നു. ആ അടിപിടിക്കിടയിൽ മരീചികയെ പിടിച്ച് തള്ളുകയും അവളുടെ തല പോയി കല്ലിലിടിച്ചിട്ട് അവൾ അബോധാവസ്ഥയിലാവുകയും ചെയ്തു. ഇവന്റെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നുണ്ട് അവൾ മരിച്ചുപോയി, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളാൻ. ആ സമയം അവിടേക്ക് വന്ന ലക്ഷ്മി ഇത് കാണുന്നുണ്ട്. മരീചിക മരിച്ചുവെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. അവൾ സഞ്ജുവിനോട് പറയുന്നുണ്ട്, ഈ സംഭവം പോലീസിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതം നശിക്കും. ഞാനിത് ആരോടും പറയില്ല, പക്ഷെ നീ എന്നെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് തരണം. അങ്ങനെയാണെങ്കിൽ ഈ ക്രൈം ഒളിപ്പിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. ആ സമയം ലക്ഷ്മി പറഞ്ഞ എല്ലാ കാര്യത്തിനും സഞ്ജു ഓക്കെ പറഞ്ഞു. മരീചികയുടെ ബോഡി അവർ ഒരു കാടിന്റെ സൈഡിലേക്ക് കൊണ്ടുപോയിട്ടു. കാട്ടുമൃഗങ്ങൾ എന്തെങ്കിലും വന്ന് അവളുടെ ബോഡി കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് അവർ വിശ്വസിച്ചു. ഇനി മരീചിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇല്ലാന്നും അത് തന്റെ ഒരു തോന്നല് മാത്രമാണെന്നും എല്ലാവരെയും വിശ്വസിപ്പിക്കണം. കാരണം ലക്ഷ്മിയുടെ പേരൻസ് പോലും മരീചികയോട് ലക്ഷ്മി ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ലാന്നും അത് തന്റെ ഇമാജിനേഷൻ ആണെന്നും എല്ലാരും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ പോലീസുകാരോട് പോയി ഒരു കള്ളക്കഥ പറഞ്ഞത്. മരീചികയെ സഞ്ജു കൊന്നു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് തനിക്ക് ഭ്രാന്താണെന്നുള്ള രീതിയിൽ അവൾ അഭിനയിച്ചു. എല്ലാവരും വിശ്വസിച്ചത് മരീചിക ഇവളുടെ ഇമാജിനേഷൻ ആണെന്നാണ്. ഇതൊക്കെയായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അവൻ കൊടുത്ത വാക്ക് കാരണമാണ് അവൻ ഇപ്പോഴും ലക്ഷ്മിയുടെ കൂടെ നിൽക്കുന്നത്, അല്ലാതെ അവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. പക്ഷേ മരീചികയെ അവൻ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാശിനു വേണ്ടിയാണെങ്കിലും ഇടയ്ക്ക് അവളെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നു. ആകെ ദേഷ്യത്തോടും സങ്കടത്തോടും കൂടി അവൻ പോയി വണ്ടിയിലേക്ക് കയറുമ്പോൾ തന്റെ ബാക്ക് സീറ്റിലായിട്ട് മരീചിക ഇരിക്കുന്നതായിട്ട് അവന് തോന്നി. അവളുടെ തലയിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. പേടിച്ചുപോയ അവൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. പേടിച്ചുപോയ അവനാകട്ടെ മരീചികയുടെ ആത്മാവെന്ന് പറഞ്ഞ് ലക്ഷ്മിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അവളെയും വലിച്ചുകൊണ്ട് അവിടെ നിന്നും ദൂരേക്ക് ഓടി. എന്നാൽ ലക്ഷ്മിക്ക് വിശ്വാസം തോന്നിയില്ല. ആത്മാവൊന്നും ഇല്ലാന്ന് പറയുന്നു അവൾ. ഇവർ ഓടിച്ചെല്ലുന്നത് കുറച്ച് പോലീസുകാരുടെ അടുത്തേക്കാണ്. സഞ്ജു ഒരു ഗോസ്റ്റിനെ കണ്ടു എന്ന് പറഞ്ഞ് ഈ പോലീസുകാരൻ വിളിച്ചുകൊണ്ട് തന്റെ കാറിന്റെ അടുത്തേക്ക് പോയി. എന്നാൽ അവിടെയെങ്ങും തന്നെ ആരും ഉണ്ടായിരുന്നില്ല. അവന് തോന്നിയതാകാമെന്ന് കരുതി തൽക്കാലം പോലീസുകാര് ഇവിടെ ഒന്നും പൊയ്ക്കൊള്ളാൻ പറയുന്നു. മരീചിക എന്നുള്ള പേര് പോലും നീ ഇനി ആരുടെ ഫ്രണ്ടിൽ വെച്ച് പറയാൻ പാടില്ലെന്നും നമ്മളായിട്ട് തന്നെ നമ്മുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ പാടില്ലെന്നും അവൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അന്ന് രാത്രി സഞ്ജു ആകട്ടെ തന്റെ ഗസ്റ്റ് ഹൌസിലേക്ക് പോകുന്നു. പക്ഷേ ഉറങ്ങിക്കിടന്ന അവനാകട്ടെ ഒരു സ്വപ്നം കാണുന്നുണ്ട്. പാലത്തിന് മുകളിലൂടെ താൻ പോകുന്ന വഴിക്ക് മരീചികയുടെ ആത്മാവ് തന്നെ കൊല്ലുന്നതായിട്ട് സ്വപ്നം കണ്ട് ഞെട്ടിയെഴുന്നേറ്റ് അവനാകട്ടെ സോഫയിലേക്ക് വന്നിരിക്കുന്നു. ആ സമയം വെള്ളം വേണോന്ന് ചോദിച്ചുകൊണ്ട് മരീചികയുടെ ആത്മാവ് അവന്റെ അടുത്തേക്ക് വരുന്നു. പേടിച്ചുപോയ അവൻ അന്ന് രാത്രി തന്നെ ആ ഗസ്റ്റ് ഹൌസിൽ നിന്നും പുറത്തേക്കോടി. പിറ്റേന്ന് തങ്ങളുടെ രജിസ്റ്റർ മാരേജ് നടത്തണമെന്ന് ലക്ഷ്മി പറഞ്ഞിരുന്നതായിരുന്നു. എന്നാൽ അവനെ കൊണ്ട് സമയത്തിന് എത്താൻ പറ്റിയില്ല. താൻ തലേന്ന് രാത്രി കണ്ട കാര്യങ്ങൾ ലക്ഷ്മിയോട് പറയുമ്പോൾ ലക്ഷ്മി അവനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. നീ വിചാരിക്കുന്ന പോലെ ഒരു പ്രേതവും ഇല്ല, ഇതൊക്കെ നിന്റെ തോന്നലാണെന്ന്. ലക്ഷ്മി കോളേജിലേക്ക് പോയി. ആ സമയം അവിടെ കോഫി കുടിക്കാൻ വന്ന കുറെ കപ്പിൾസ് ഉണ്ടായിരുന്നു. അതിലെ പെൺകുട്ടികളെല്ലാം തന്നെ സഞ്ജുവിനെ നോക്കി മരീചിക എങ്ങനെയായിരുന്നു അവനെ വിളിച്ചിരുന്നത് ആ രീതിയിൽ അവനോട് സംസാരിക്കാൻ ആരംഭിച്ചു. കണ്ണ എന്ന് വിളിച്ചുകൊണ്ട്. എല്ലാവരും ഒരേപോലെ തന്നോട് സംസാരിക്കുന്ന കണ്ട് ഇതെല്ലാം മരീചികയുടെ ആത്മാവിന്റെ പണിയാണെന്ന് മനസ്സിലാക്കി സഞ്ജു പേടിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നു. ആ സമയം അവിടെ വെച്ചും അവൻ മരീചികയെ കാണുന്നുണ്ട്. പെട്ടെന്നൊരു വണ്ടി അവന്റെ ഫ്രണ്ടിലൂടെ ക്രോസ് ചെയ്തു പോയതും പിന്നീട് അവളെ കാണുന്നില്ല. മരീചികയെ കണ്ട കാര്യം അവൻ വീണ്ടും വീണ്ടും ലക്ഷ്മിയോട് പറയുന്നു. എല്ലാം അവന്റെ തോന്നലാണെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അതെല്ലാം നിരസിച്ചു. ഒടുവിൽ സഞ്ജുവിന് ഡൗട്ട് തോന്നി. മരീചിക ശരിക്കും ജീവനോടെ ഉണ്ടാകും, നീയും മരീചികയും ചേർന്നിട്ട് എന്നെ പറ്റിക്കുന്നതാകും. എന്നാൽ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്കതിന്റെ ഒരു ആവശ്യമില്ലെന്ന്. നീ ചെയ്ത ക്രൈം മറയ്ക്കാൻ വേണ്ടിയിട്ടാ ഞാൻ വരെ ഭ്രാന്തിയായിട്ട് അഭിനയിച്ചത്. അവസാനം നീ എന്നെ തന്നെ സംശയിക്കുന്നു എന്ന് അവൾ ചോദിക്കുന്നു. പിറ്റേന്ന് മരീചികയെ ആദ്യമായിട്ട് കണ്ട ആ സൂപ്പർ മാർക്കറ്റിലേക്ക് ലക്ഷ്മി പോകുമ്പോൾ അവൾ അവിടെ വെച്ച് വീണ്ടും മരീചികയെ കാണുന്നുണ്ട്. ഇതോടുകൂടി സഞ്ജു പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. മരീചികയുടെ ആത്മാവ് ഇവിടെ എവിടെയുണ്ട്. പേടിച്ചുപോയ ലക്ഷ്മിയാകട്ടെ സഞ്ജുവിനെ കാണുന്നു. ആ ആത്മാവ് നമ്മൾ രണ്ടുപേരുടെയും പിറകെയാണ്, നമുക്ക് സേഫ് ആയിട്ട് നിന്റെ ഗസ്റ്റ് ഹൌസിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയി. തലേന്ന് രാത്രി മരീചിക ആ സോഫയിൽ ഇരിക്കുന്നതായിരുന്നു അവൻ കണ്ടത്. അത് കാരണം അവിടെ നിന്ന് മാറിയിരിക്കാൻ ലക്ഷ്മിയോട് അവൻ പറയുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മരീചികയുടെ ആത്മാവ് അവരുടെ അടുത്തേക്ക് വരുന്നു. ലക്ഷ്മി പേടിച്ച് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. എന്നാൽ മരീചികയുടെ ആത്മാവ് സഞ്ജുവിനോട് പറയുന്നുണ്ട്, നീ ലക്ഷ്മി എന്തിനാ വിവാഹം കഴിക്കുന്നത്? നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, നമുക്ക് ഒരുപാട് കുട്ടികളൊക്കെ വേണ്ടേന്ന്. എന്നാൽ ഒരു ആത്മാവിന്റെ കൂടെ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് സഞ്ജു
പറയുന്നു. ദേഷ്യം വന്ന മരീചികയുടെ ആത്മാവ് സഞ്ജുവിന്റെ തലക്കടിക്കുന്നു. മരീചികയെ കണ്ട് പേടിച്ച് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോട്ടില് ലക്ഷ്മി താഴേക്കിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ പൊട്ടിച്ചിതറിക്കിടന്ന ബോട്ടിലിന്റെ മുകളിലേക്കാണ് സഞ്ജു പോയി വീഴുന്നത്. ആ കുപ്പിച്ചില്ലുകൾ അവന്റെ ശരീരത്തിൽ കുത്തിക്കയറി ബ്ലഡ് ഒഴുകാൻ ആരംഭിച്ചു. മരീചിക സഞ്ജുവിനെ കൊന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചുകൊണ്ട് ലക്ഷ്മി അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. അവൾ നേരെ പോകുന്നത് ആ പോലീസ് സ്റ്റേഷനിലേക്കാണ്. മരീചിക സഞ്ജുവിനെ കൊന്നുവെന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ട് ആ പോലീസുകാർ പറയുന്നുണ്ട്, നീ വീണ്ടും വന്നുവെന്ന് പഴയ കഥയും പറഞ്ഞുകൊണ്ട്. മരീചിക എന്ന് പറയുന്ന പെൺകുട്ടി ഇല്ലാന്നും അത് ഇമാജിനേഷൻ ആണെന്നും അല്ലേ ഡോക്ടർ പറഞ്ഞത്. എന്നാൽ ഈ പ്രാവശ്യം ലക്ഷ്മി പറയുന്നുണ്ട്, അന്ന് ഞാൻ കള്ളം പറഞ്ഞതാ. മരീചിക എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ട്, അവൾ മരിച്ചുപോയി. അവൾ ആത്മാവായിട്ട് വന്ന് ഇപ്പോൾ സഞ്ജുവിനെ കൊന്നു. പോലീസുകാർക്ക് ദേഷ്യം വരുന്നു. ഇവൾ എന്തൊക്കെയായി പറയുന്നതെന്ന് ആലോചിച്ച്. ആ സമയം മരീചിക അവിടേക്ക് വരുന്നു. ലക്ഷ്മി പറയുന്നുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞ മരീചിക, ഇവൾ സഞ്ജുവിനെ കൊന്നുവെന്ന്. എന്നാൽ മരീചിക പറയുന്നുണ്ട്, എന്റെ പേര് മരീചിക എന്ന് തന്നെയാ. ഞാൻ ലക്ഷ്മിയെ കുറച്ചുനാൾ മുമ്പാ ഇവിടെ വെച്ച് പരിചയപ്പെട്ടത്. അതിനുശേഷം ഇടയ്ക്ക് ഞാൻ ലണ്ടനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ അവളെ കാണാൻ വന്നതാ. പക്ഷെ എന്നെ കണ്ടതും അവൾ പേടിച്ചോടി. എന്നാൽ ലക്ഷ്മി പറയുന്നുണ്ട്, ഇവൾ ആത്മാവാണ്, ഇവൾ സഞ്ജുവിനെ കൊന്നുവെന്ന്. പോലീസുകാർക്ക് ആകെ കൺഫ്യൂഷനായി. ഇത്രയും കാലം മരീചിക ഒരു ഇമാജിനേഷൻ ആണെന്നാണ് കരുതിയത്. ഇപ്പോൾ അവൾ റിയൽ ഒരു പെൺകുട്ടിയാണെന്ന് ഇവർക്ക് മനസ്സിലായി. സഞ്ജുവിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ മരീചിക പറയുന്നുണ്ട്, ഏത് സഞ്ജു എന്ന്? എനിക്കൊരു സഞ്ജുവിനെ അറിയില്ല. എന്നാൽ ലക്ഷ്മി പറയുന്നത്, മരീചിക സഞ്ജുവിനെ കൊന്നു. ഗസ്റ്റ് ഹൗസിൽ അവന്റെ ബോഡി കിടപ്പുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാമെന്ന്. അങ്ങനെ ഇവരെല്ലാവരെയും കൂട്ടി പോലീസുകാർ അവിടേക്ക് പോയി. അവിടെ എത്തുമ്പോൾ സഞ്ജുവിന്റെ ബോഡിയില്ല. അവിടെ ഒരു കൊലപാതകം നടന്നതിന്റെ ഒരു തരത്തിലുള്ള തെളിവുകളുമില്ല. ലക്ഷ്മിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. സഞ്ജുവിന്റെ ഷോപ്പിലേക്ക് ഇവർ പോയി നോക്കുന്നു. എന്നാൽ ആ ഷോപ്പ് 2 വർഷമായിട്ട് അടഞ്ഞു കിടക്കുകയാണെന്നാണ് അവിടെ അടുത്തു നിന്നിരുന്ന ഒരാൾ പറയുന്നത്. ആ ഷോപ്പിന്റെ ഓണർ സഞ്ജു എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു. 2 വർഷം മുമ്പേ അവൻ ആത്മഹത്യ ചെയ്തു. അവൻ ഏതോ ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. എന്നാൽ ആ പെൺകുട്ടിയുടെ അച്ഛൻ മറ്റാർക്കോ വിവാഹം ചെയ്തു കൊടുത്തു. അതിൽ മനംനൊന്താണ് അവൻ ആത്മഹത്യ ചെയ്തത്. ഇത് കേട്ടതും ലക്ഷ്മിക്ക് ദേഷ്യം വരുന്നു. ഇവരെന്തൊക്കെയാ പറയുന്നെന്നാണ് ലക്ഷ്മി ചോദിക്കുന്നത്. പോലീസുകാർക്കും കൺഫ്യൂഷനായി. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ലക്ഷ്മിയുടെ കൂടെ അവർ സഞ്ജുവിനെ കണ്ടതാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് അവർ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്, അന്ന് ഈ ഷോപ്പിൽ നിന്നുമാണോ നീ ആ പയ്യനെ വിളിച്ചുകൊണ്ട് വന്നതെന്ന്. എന്നാൽ ആ കോൺസ്റ്റബിൾ പറയുന്നു, ഞാനിവിടെ വന്നപ്പോൾ ഈ ഷോപ്പ് അടഞ്ഞു കിടന്നതാ. ഇവിടെ നിന്ന് കുറച്ച് മാറിയ ആ പയ്യൻ നിന്നിരുന്നത്. അങ്ങനെ ആ പയ്യനെ കണ്ടുപിടിച്ച് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് മരീചിക ചോദിക്കുന്നുണ്ട്, സാറിന് ദൈവത്തിൽ വിശ്വാസം ഉണ്ടോന്ന്. വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആത്മാക്കളിലും വിശ്വസിക്കണമെന്ന്. സാറ് കണ്ടത് സഞ്ജുവിന്റെ ആത്മാവിനെ ആയിരിക്കാം. സഞ്ജുവിനെ വൺ സൈഡ് ആയിട്ട് പ്രണയിച്ചുകൊണ്ടിരുന്ന ലക്ഷ്മിക്ക് അവന്റെ മരണം താങ്ങാനായില്ല. അതുകൊണ്ടാണ് അവൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കഥകൾ ഉണ്ടാക്കുന്നത്. അവൾ വീണ്ടും പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട് പോലീസുകാരൻ പറയുന്നുണ്ട്, അവളുടെ പേരൻസിനെ വിളിച്ചിട്ട് അവളെ വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാൻ. താൻ ഇന്ന് വൈകുന്നേരം തന്നെ ലണ്ടനിലേക്ക് പോവുകയാണെന്ന് മരീചികയും പറയുന്നു. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. സഞ്ജു എന്ന് പറയുന്ന പയ്യൻ 2 വർഷം മുമ്പ് മരിച്ചുവെന്നും ഈ കട അടഞ്ഞു കിടക്കുകയാണെന്നും ഒക്കെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അയാളെ മരീചിക കാശ് കൊടുത്ത് വിലക്കെടുത്തതാണ്. സഞ്ജുവും ലക്ഷ്മിയും ചേർന്നിട്ട് മരീചികയുടെ ബോഡി കാടിന്റെ അടുത്തേക്ക് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നില്ലേ. എന്നാൽ അവൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളെ അറിയാവുന്ന ഒരാളാകട്ടെ അതുവഴി വരികയും അവളെ രക്ഷിക്കുകയും ചെയ്തു. തന്നെ ഉപദ്രവിച്ച സഞ്ജുവിനോടും തന്നെ ചതിച്ച ലക്ഷ്മിയോടും പകരം വീട്ടാനായിരുന്നു മരീചികയുടെ പ്ലാൻ. അതിനു വേണ്ടിയിട്ട് അവളെ രക്ഷിച്ചാലും അവളുടെ കൂടെ നിന്നു. ഇവിടെ പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരുന്ന ആ പോലീസുകാരനും ഏകദേശം ഇവിടെ നടന്ന കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാകാൻ തുടങ്ങി. അയാൾ സഞ്ജുവിന്റെ പേരൻസിന്റെ നമ്പർ എടുത്ത് കോൾ ചെയ്യുന്നു. സഞ്ജു എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവര് പറയുന്നുണ്ട്, അവന് 2 ദിവസമായിട്ട് കാണാനില്ലാന്ന്. അതോടുകൂടി പോലീസുകാരന് മനസ്സിലായി മരീചിക സഞ്ജുവിനെ കൊന്നിരിക്കുന്നു. സഞ്ജുവിന്റെ മുന്നിൽ പ്രേതത്തെ പോലെ മരീചിക അഭിനയിക്കുകയായിരുന്നു. അന്ന് അവരെ ഫോളോ ചെയ്തു വന്ന് അവരുടെ കാറിന്റെ ബാക്ക് സീറ്റിലിരിക്കുകയും സഞ്ജുവിനെ പേടിപ്പിക്കുകയും ചെയ്തത് മരീചികയുടെ പ്ലാൻ ആയിരുന്നു. അതുപോലെ തന്നെ അവന്റെ വീട്ടിൽ വെച്ചും അവൾ അവനെ പേടിപ്പിച്ചു. കൂടാതെ ആ കഫേയിലുണ്ടായിരുന്ന എല്ലാവരും മരീചിക സംസാരിക്കുന്ന പോലെ അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അവരെയെല്ലാം മരീചിക കാശ് കൊടുത്ത് സെറ്റാക്കിയതാണ്. ആദ്യം എന്ത് കള്ളം പറഞ്ഞാണോ മരീചിക എന്ന പെൺകുട്ടിയെ വെറും ഇമാജിനേഷൻ ആക്കാൻ ലക്ഷ്മിയും സഞ്ജുവും ശ്രമിച്ചത്, അതേ കള്ളം മരീചിക യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. അതായത് ലക്ഷ്മി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മരീചിക സഞ്ജുവിനെ കൊന്നുവെന്ന്. അത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു. സഞ്ജുവിന്റെ മൃതദേഹം എവിടെയോ ഒളിപ്പിച്ചിട്ട് മരീചിക ഈ നാട് വിട്ടുപോയി. ഇനി അവളുടെ പിറകെ പോകാനും പറ്റില്ല. ഈ സത്യം ആ പോലീസുകാരനും മനസ്സിലാക്കുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.